ഹലോ മൈ ഡിയർ വേൾഡ്, വെൽക്കം ടു അവർ ചാനൽ വ്ളോഗ് ആൻഡ് ബ്ലോഗ് പുനലൂർ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ക്രിസ്മസ് വെക്കേഷൻ ആഘോഷിക്കാൻ ഞങ്ങൾ ഇങ്ങെത്തി. എൻ്റെ വീട്ടിലാണ് ഈ പോകുന്നത്. കോന്നി ഫെസ്റ്റ് കാണാനുള്ള പോക്കാണ്. എൻ്റെ കൂടെ അമ്മ, മക്കൾ, കൊച്ചത്ത, അനിയൻ. പ്ലാൻഡായിട്ടുള്ളൊരു യാത്രയൊന്നും അല്ലായിരുന്നു, പെട്ടെന്ന് തീരുമാനിച്ചു പെട്ടെന്ന് ഇറങ്ങിയതാണ്. കോന്നി ഫെസ്റ്റ് നടക്കുന്നത് പ്രമാടത്താണ്. ഇത് കോന്നി ജംഗ്ഷൻ. ഇവിടെ നിന്നും ഇടത്തോട്ടുള്ള റോഡ് കയറി പോകുന്നതാണ് പ്രമാടത്തോട്ടുള്ളത്. ജനുവരി 1 വരെ ഫെസ്റ്റ് ഉണ്ട്. ഈ സൈഡിലാണ് കോന്നി ആനക്കൂടുള്ളത്. കോന്നിയിൽ നിന്ന് 1.5-2 കിലോമീറ്ററേ ഉള്ളൂ ഈ പറഞ്ഞ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലമായ പ്രമാടത്തേക്ക്. ഞങ്ങൾ ഇറങ്ങിയപ്പം 4 മണി കഴിഞ്ഞു. രാത്രിയിലാണ് ഫെസ്റ്റിന് പോവേണ്ടത്. ഈ കാണുന്നതാണ് കോന്നി ആനക്കൂട്. ഇതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ മറ്റൊരു ദിവസം എടുക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, മുൻകൂട്ടി പ്ലാൻ ചെയ്ത ട്രിപ്പ് അല്ലാത്തത് കൊണ്ട് ഇതതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല. ഇല്ലെങ്കിൽ നേരത്തെ ഇറങ്ങി ഇതും കവർ ചെയ്തേനെ. ഇവിടെയും അധികം തിരക്കായി വരുന്നേ ഉള്ളൂ. കുട്ടികളുടെ പാർക്കുണ്ട്. പാർക്കിൽ ശരിക്കും ആൾക്കാരുണ്ട്, കുട്ടികൾ എൻജോയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ദാ നമ്മുടെ സ്ഥലം ഇങ്ങെത്തി. ഇത് സ്റ്റേഡിയമാണ്. അവിടെയാണ് ഫെസ്റ്റ് നടക്കുന്നത്. എല്ലാ വർഷവും ഉള്ളതാണ് ഈ ഫെസ്റ്റ്. ഞങ്ങൾ നേരത്തെ പോയത് കൊണ്ടാണ് റോഡ് സൈഡിൽ വണ്ടികളില്ലാത്തത്. ഇല്ലെങ്കിൽ അകത്ത് പാർക്കിംഗ് ഉണ്ടെങ്കിലും റോഡിൻ്റെ 2 സൈഡും നിറച്ചും വണ്ടികളായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി. അകത്തോട്ട് ചെന്നപ്പം വണ്ടിയും ആൾക്കാരെ ഒന്നും കാണാഞ്ഞപ്പം ഞങ്ങളിരുന്ന് പറഞ്ഞു, ഇവിടെ ഒന്നും ഇല്ലയോ, ചുമ്മാ വന്നത് വേസ്റ്റായി പോയോ എന്ന് വിചാരിച്ച്. ഇനി വേസ്റ്റായോ ഇല്ലയോ എന്ന് നിങ്ങൾ കണ്ടിട്ട് പറ. എൻട്രി ഫീസ് ഒരാൾക്ക് 80 രൂപയാണ്. കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ എൻട്രൻസിലോട്ട് നടന്നു. നമ്മൾ ഉള്ളിലോട്ട് ചെല്ലുന്നതേ പൂക്കളുടെ ഒരു ലോകത്തേക്കാണ് എത്തുന്നത്. ഒരുപാട് പൂക്കൾ, പല രീതിയിലുള്ളത്. ഇതൊന്നും വിൽക്കാനുള്ളതല്ലേ, ഡെക്കറേഷന് വെച്ചേക്കുന്നതാണ്. വിൽക്കാനുള്ളവ പുറകിലുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിലൊരു ഊഞ്ഞാലുണ്ട്. ഇച്ചക്കുട്ടൻ അത് കണ്ടപ്പോഴേ സ്ഥാനമുറപ്പിച്ചു. കൂടെ ഞാനും ഇച്ചക്കുട്ടനും കൂടെ കുറച്ച് നേരമൊക്കെ ഊഞ്ഞാലാടി ഇരുന്നപ്പോഴത്തേക്കിന് കൊച്ചാൾ ഉണർന്നു. പിന്നെ അവനെയും വെച്ചിട്ടായി ഊഞ്ഞാലാട്ടം. ഞാനും കുഞ്ഞും എല്ലാം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. ഞങ്ങൾ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാമറാമാൻ ബാക്കി ഭാഗങ്ങളെല്ലാം വീഡിയോ എടുത്തു. ചെടികളെല്ലാം നല്ല ഉഷാറായിട്ട് തന്നെ നിൽപ്പുണ്ടായിരുന്നു. പരിപാലനം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഈ സ്റ്റോളിന് പുറത്ത് ചെടികളുടെ ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഇവിടെ ഒരു ഓട്ടോയുടെ ഷേപ്പിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇച്ചക്കുട്ടൻ അതിൽ കയറി വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പും ഒക്കെ ആയിരുന്നേ. കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. ഹൻഷുക്കുട്ടൻ ഇതാണ്ട് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുഞ്ഞ് കണ്ണ് തുറന്ന് നോക്കുന്നത് ഇതൊക്കെയാണ്. കാറിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു. ഇവിടെ വന്നിട്ടാണ് ഉണർന്നതേ. ഇവിടെ പൂക്കളിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ദർശന സുഖം മാത്രം, സ്പർശന സുഖം അരുതെന്ന്. എന്ന് വെച്ചാൽ പൂ പറിക്കരുതെന്ന്. പിന്നെ അതാണ്ട് ഫെസ്റ്റിൻ്റെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ ഈ ഒരു ഫർണിച്ചറിൻ്റെ ഇതാണ് കാണിക്കുന്നത്. കട്ടിൽ കണ്ടപ്പോഴേ ഹൻഷക്കുട്ടനെ ഒന്ന് ഇറക്കി എടുത്തേക്കപ്പോഴത്തേക്കിന് അയാൾ മെത്തയ്ക്കകത്ത് ഓടിക്കളിക്കാൻ തുടങ്ങി. സാധാരണ ഇതെല്ലാം ഓരോ ഫെസ്റ്റിൻ്റെ ലാസ്റ്റായിരുന്നു കാണുന്നത്. ഇത് ആദ്യമായിപ്പോൾ ഈ ഫർണിച്ചർ. എന്താണോ എന്തോ എനിക്കും അറിയില്ല. പിന്നെ എല്ലായിടത്തും ഉള്ള ഫെസ്റ്റ് പോലെ തന്നെ എല്ലാ സ്റ്റോളുകളും ഉണ്ട്. ആസ് യൂഷ്വൽ എല്ലാ ഫെസ്റ്റിലും കാണുന്ന പോലുള്ളവ. ശരീരത്ത് ചൂട് പിടിക്കുന്നവ, കിഴി പോലുള്ളവ, പിന്നെ ബൈക്കുകളുടെ സെയില്, കാറ് എല്ലാം കൊണ്ട് പോകെ കാണാൻ പറ്റും. ഇത് പിന്നെ കുട്ടികളുടെ പ്രത്യേക ഏരിയ പറയണ്ടല്ലോ. കൊച്ചു കുട്ടികളുടെയും വലിയ കുട്ടികളുടെയും എല്ലാം കളിപ്പാട്ട ഐറ്റംസാണ്. വിലയെല്ലാം അത്യാവശ്യം നല്ല വില തന്നെ ഉണ്ട്. പിന്നെ ഇത് പെൺകുട്ടികൾ കൂടുതലും കാണപ്പെടുന്ന ഏരിയയാണ്. ഫാൻസി ഐറ്റംസ്, കമ്മൽ, മാല, അവരുടേതായിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കാനുള്ള സ്ഥലം. ബുക്ക് സ്റ്റോളുകളുണ്ടായിരുന്നേ. കൊച്ചു കുട്ടികളുടെ ടെക്സ്റ്റ് മുതൽ വലിയവർ വായിക്കുന്ന നല്ല നല്ല പുസ്തകങ്ങളുടെ എല്ലാം കളക്ഷൻസ് ഉണ്ടായിരുന്നു. 100 രൂപ, 150 രൂപ ആ റേഞ്ചൊക്കെ ഉള്ളായിരുന്നു ടെക്സ്റ്റിന്. ഇതാണ് ബുക്കുകളുടെ കളക്ഷൻസ്. ബുക്കിൻ്റെ സെക്ഷനൊക്കെ ജസ്റ്റ് ഒന്ന് കയറി നോക്കി, എല്ലാം മറിച്ച് നോക്കി, റേറ്റും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. മുന്നോട്ട് പോകുമ്പോൾ ഹലുവ, അരിഹലുവ, തേങ്ങലുവ. ചേട്ടൻ എന്നോട് ചോദിച്ചു ടേസ്റ്റ് ചെയ്യാൻ വേണോ എന്ന്. ഇച്ചക്കുട്ടൻ 1-2 എണ്ണം വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്തു. ഇത് കണ്ടപ്പോഴത്തേക്കിനും പിടിവിട്ടുപോയി കയ്യിൽ നിന്ന്. ഇച്ചക്കുട്ടന് തൊപ്പി വേണം, വാച്ച് വേണം, എന്തെങ്കിലും ഒരെണ്ണം വേണം. ഞാൻ പറഞ്ഞു ശരി, നീ അന്നേരം ഒരു തൊപ്പി എടുക്ക്. അങ്ങനെ അന്നേരം ആ ചേട്ടൻ അവനോട് ചോദിക്കും ഏത് കളറിലെ തൊപ്പിയാണ് നിനക്ക് വേണ്ടേന്ന്. അവൻ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അങ്ങനെ ഒരു ബ്ലൂ എടുത്ത് കൊടുത്തു. അതവൻ ഇഷ്ടപ്പെട്ടില്ല, അന്നേരവേ ഊരി. അയാൾക്ക് പുറവിൽ ക്ലിപ്പുള്ളത് മതി എന്ന് പറഞ്ഞിട്ട് ഇതെടുത്തു. കൊള്ളാമോ? അങ്ങനെ അവൻ തൊപ്പി കൈക്കലാക്കി. ഈ സെക്ഷൻ മൊത്തവും അച്ചാറുകളുടെ സെക്ഷനാണ്. പല രീതിയിലുള്ള പല ടൈപ്പ് അച്ചാറുകൾ. ഞാൻ അതിൽ ഒരെണ്ണം ടേസ്റ്റ് ചെയ്തു. നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള സ്പൂണും അതിനകത്ത് ഇട്ടിട്ടുണ്ട്.
അതിലൊരു ബ്ലൂബെറി അച്ചാറെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ട്. അത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. എനിക്കത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു ഡേറ്റ്സ് അച്ചാറിൻ്റെ ടേസ്റ്റാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതല്ല, വേറൊരു ടേസ്റ്റാണ്. ഇവനാണ് ഈ ഫെസ്റ്റിലെ താരം. റോബോട്ടാണേ. നമുക്ക് ഷെയ്ക്കാൻ്റൊക്കെ തരും. ഇച്ചക്കുട്ടൻ കണ്ടില്ലേ ഷെയ്ക്കാൻ്റ് കൊടുത്തത്. ഇഷാവാവ അവൻ്റെ പിറകെ അങ്ങ് ഓടുവാണ്. അത് ഓടയും ചാടയൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് ഇഷാവാവ ഇങ്ങനെ നോക്കുകയാണ്. ഇളയാൾക്ക് ആദ്യം കണ്ടപ്പോൾ പേടിയായിപ്പോയി, കരച്ചിലായിരുന്നു. പിന്നെ ഒരുവിധം സമാധാനപ്പെടുത്തി. അണ്ണൻ അതിൻ്റെ കൂടെ കളിക്കുന്നത് കണ്ടപ്പോഴത്തേക്കിന് ആൾക്ക് മനസ്സിലായി ഇത് പ്രശ്നമുള്ള ആളല്ല, കളിക്കാൻ പറ്റിയ ആളാണെന്ന് മനസ്സിലായതോടെ ആളെ ഹാപ്പിയായി. റോബോട്ട് പിന്നെ ഹൻഷിക്കുട്ടനും കൈ കൊടുത്തു, ഷെയ്ക്കാനൊക്കെ കൊടുത്ത് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. ഇഷാവാവ പിന്നെയും ഹായ് കൊടുക്കാൻ അങ്ങ് നിൽക്കുകയാണ്. ഷെയ്ക്കാൻ്റെ ഉടുപ്പ്. റോബോട്ട് വരുന്നത് ഞങ്ങളുടെ നേർക്ക് തന്നെയാണ്. ഇത് അനിയനാണ് ഹായ് കൊടുക്കുന്നത്. അവൻ്റെ ഷെയ്ക്കാൻ്റൊക്കെ വാങ്ങിച്ചിട്ട് റോബോട്ട് നേരെ വന്നത് ഹൻഷുവിൻ്റെ അടുത്തേക്കാണ്. ഹൻഷു തൻ്റെ കൈ കൊടുക്കുന്നത് കണ്ടോ. പിന്നെ എത്തുന്നത് മധുര മുട്ടായികളുടെ അടുത്താണ്. മൈലാഞ്ചിയൊക്കെ ഉണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു കുട്ടിയുടെ കയ്യിൽ എടുക്കുന്നതായിരുന്നു നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ, പ്ലാസ്റ്റിക് ഐറ്റംസ്, പിച്ചാത്തികൾ, ബാഗുകൾ, ചെരുപ്പുകൾ, ഇത് അത്തറ്, സ്പ്രേ ഐറ്റംസൊക്കെ ആയിരുന്നു. ഇതെല്ലാം ചുമ്മാ ഞങ്ങളും ഇങ്ങനെ നോക്കിപ്പോയതേ ഉള്ളേ, ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. ഇത് വിഗ്രഹങ്ങളുടെ സ്റ്റാളാണ്. ഇഷ്ടം പോലെ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇവിടുന്ന് നേരെ ചെല്ലുന്നത് ഫുഡ് കോർട്ടിലേക്കാണ്. ചായ, കടികൾ, പാനിപൂരി, കരിമ്പിൻ ജ്യൂസസ്, ഫ്രഷ് ജ്യൂസസ്, മസാലപൂരി, ന്യൂഡിൽസ്, അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ. അറേബ്യൻ അത്തറ് എല്ലാം ഉണ്ടായിരുന്നു. കുന്തിരിക്കം പുകയ്ക്കുന്ന സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരെന്തോന്ന് എനിക്കറിയില്ലേ. പിന്നെ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറുകളാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാം നെല്ലിക്ക, നാരങ്ങ, മീനച്ചാർ എല്ലാം ഉണ്ട്. പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക, നാരങ്ങ എല്ലാം ഉപ്പിലിട്ടതും ഉണ്ടായിരുന്നു. അനിയൻ അച്ചാറൊന്നും വേണ്ട, പാവ് ബജ്ജി കഴിച്ചു നോക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി, നീ വാങ്ങിക്കാൻ ഞാനും പറഞ്ഞു. പാവ് ബജ്ജി ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. ഉണ്ടാക്കുന്ന സ്റ്റൈലൊക്കെ കാണാൻ കൊള്ളാം. കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ട് അത്യാവശ്യം ഹൈജീനോട് കൂടിയാണ് ഉണ്ടാക്കുന്നത്. ടേസ്റ്റ് പോകെ പറയാം. ആദ്യം ഒരു പ്ലേറ്റിൽ അതിൻ്റെ ഗ്രേവിയും ബന്നും എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു ചൂടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് പുള്ളിക്കാരനോർത്തത് സ്റ്റൗ കത്തിച്ചില്ലെന്ന്. പിന്നെ സ്റ്റൗ കത്തിച്ച് പ്രിപ്പയർ ചെയ്ത് തിന്നു. ഇതാണ് ഫൈനൽ ലുക്ക്. ദോഷം പറയരുതല്ലോ, വളരെ മോശമായിരുന്നു. പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും തോന്നിയില്ല. പിന്നീട് ഇച്ചുക്കുട്ടെന്നാണ്ട് ഈ പൊട്ടറ്റോ സ്പ്രിങ്ങുമായിട്ട് വന്നു. ഇത് തമ്മിൽ ഭേദമായിരുന്നേ. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. വലിയ സ്പൈസി എന്നൊന്നും പറയാനില്ല. അവനിഷ്ടപ്പെട്ടു. വീണ്ടും വണ്ടികളുടെ എക്സിബിഷൻ തന്നെ. റോയൽ എൻഫീൽഡ് 123 വർഷം കംപ്ലീറ്റ് ആക്കിയെന്നുള്ളതിൻ്റെ ഒരു ബാനറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂട്ടി, കാറ്, ഓട്ടോറിക്ഷ എല്ലാം ഉണ്ടായിരുന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു തിരക്കെ. നോക്കിയപ്പോഴെന്തുവാ, VR ബോക്സ്, വിർച്വൽ റിയാലിറ്റി കാണിക്കുകയാണ്. ഫ്രീ ആണ്. നേതാജി സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും അണിനിരത്തുന്നതാണ് ഈ പരിപാടി. ഇച്ചുകൂട്ടനും കൂടെയുണ്ട്. അവനെ സഹായിക്കുന്നത് അവിടുത്തെ ഒരു കുട്ടിയാണ് സ്കൂളിലെ. ഇത് കാണുമ്പോൾ അവൻ്റെ കൈയുടെ എല്ലാ മൂവ്മെൻറ്റും നമുക്ക് മനസ്സിലാവും. അന്നേരം അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത്. പ്രത്യേകതരം ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത്. കുറച്ചങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ തലകറക്കമോ ഛർദ്ദിക്കാനൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മോൻ എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു. അവൻ കുറേ നേരം ഇത് കണ്ടിന്യൂ ചെയ്തിരുന്നു. ഇവർ ഓരോ തവണ അത് ഊരുമ്പോഴും വീണ്ടും അവൻ വിപ്പിക്കുന്നുണ്ടായിരുന്നേ. അവസാനം ഞാൻ ബലമായി പിടിച്ചു മാറ്റുമായിരുന്നു. ഇച്ചുകൂട്ടം വെക്കുന്നത് കണ്ടപ്പോൾ ഇതിനകത്ത് എന്താണെന്നുള്ള ആകാംക്ഷയിലാണ് കൊച്ചത്താണ് ഇതിപ്പം വെച്ചേക്കുന്നത്. ആൾ ആദ്യമൊക്കെ കൂളായിട്ട് നിന്നു, പിന്നെ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഊരി. ഇത് കോന്നി കൾച്ചറൽ ഫോറത്തിൻ്റെ കൃത്രിമ വനം. ഇതും ഈ ഫെസ്റ്റിൻ്റെ ഭാഗമാണ്. വനത്തിൻ്റെ സൗണ്ടും കിളികളുടെ ആരവങ്ങളും മൃഗങ്ങളുടെ സൗണ്ടും എല്ലാം ഇതിലുണ്ട്. കുറച്ച് പക്ഷികളെ ദാണ്ട് ആ സൈഡിൽ ഇട്ടിട്ടുണ്ട്. പ്രാവും എനിക്ക് പേരറിയാത്ത കുറച്ച് പക്ഷികളും ഉണ്ട്. അതിൻ്റെ ഫുഡും വെള്ളവും എല്ലാം അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. കുറച്ച് സ്ഥലമേ ഉള്ളൂ, ഈ കാണുന്ന അത്രയേ ഉള്ളൂ. ഇതാണ് ഫെസ്റ്റിൻ്റെ എക്സിറ്റ്. ഇതിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് പോകുന്നത് വെറും മൈതാനമാണ്. പിന്നെ അങ്ങോട്ടുള്ളത് പുറത്തും സ്റ്റോളുകളുണ്ട്. ഇത് കറിക്കത്തികൾ അങ്ങനത്തെ ഐറ്റംസ് ഉള്ള ഒരു കടയാണ് ഇത്. തേങ്ങ പൊതിക്കുന്ന പാര, അങ്ങനെ ആയുധങ്ങളുടെ ഒരു കലവറയത്. പിന്നെ മുന്നോട്ട് ചെടിച്ചട്ടികൾ. പിന്നെ അടുത്തതൊരു ഫുഡ് സ്റ്റോളാണ് ഈ കാണുന്നത്. ഇത് കുടുംബശ്രീ വക നടത്തുന്നതാണ്. പായസമേള ഉണ്ടായിരുന്നു. ചായ, കടികൾ,
കുലുക്കി സർബത്ത്, മോമോസ്, ബൺ ഷവർമ, പൊറോട്ടയും ബീഫും പഴംപൊരിയും ബീഫും അങ്ങനെ നാടനും മോഡേൺ ഐറ്റംസും ഉണ്ടായിരുന്നേ. ഐസ്ക്രീമിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ആ ഐസ്ക്രീം ഷോപ്പുകളും ഇഷ്ടം പോലെ. ഞങ്ങൾ ഓരോ ചായയും കുടിച്ച് പിള്ളേർക്ക് 2 പേർക്കും ഓരോ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത്. പിള്ളേരെന്ന് പറഞ്ഞാൽ ഇളയ ആൾക്കല്ലേ, ഇച്ചുക്കുട്ടനും അനിയനിക്കും വാങ്ങിച്ചു കൊടുത്തു. ആ കാണുന്നത് പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജാണ്. എവിടെ ഫെസ്റ്റിന് പോയാലും ഇച്ചുക്കുട്ടന് റൈഡിൽ കയറണം, അങ്ങനെയുള്ളൊരു സ്വഭാവമുണ്ട് അവനെ. ഞങ്ങൾ പോയ സമയം വൈകുന്നേരം ആയതുകൊണ്ട് റൈഡുകൾ എല്ലാം ഒന്നും പ്രവർത്തനമാക്കിയിട്ടില്ല. ആകെയുള്ളത് ഇതും പിന്നെ ആകാശത്തൊട്ടിൽ പോലുള്ളൊരെണ്ണമേ ഉള്ളായിരുന്നേ. അവനത് പറ്റാത്തത് കൊണ്ട് ഇതിൽ കയറ്റി. അവൻ ഇതിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പുറത്തൊരു ചെടിക്കട കണ്ടു, ചെടിയുടെ സ്റ്റാള്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആദ്യം കണ്ടത് വിൽക്കാനുള്ള ചെടിയല്ല, ഇവിടെയായിരിക്കും ചെടികൾ വിൽക്കുന്നതെന്ന്. അങ്ങനെ ഇവിടെ എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി. വലിയ കളക്ഷൻ എന്ന് പറയാനില്ല, റോസാകളായിരുന്നു കൂടുതലും ഉള്ളത്. മറ്റു 2 കുട്ടികൾ ഇറങ്ങിയപ്പോൾ ഇളയാളെയും കയറ്റി. അണ്ണനും തമ്പിയും മാത്രമായി കളിക്കാൻ. ഹൻഷുകുട്ടനും എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് സന്തോഷം. മുട്ടിലിഴയത്തേയുള്ളേ, തന്നെ നടക്കത്തില്ല, പിടിച്ചു നടക്കും. അണ്ണൻ ഇതിൽ നടക്കുന്നതിനനുസരിച്ച് ഇയാളും ആടാൻ തുടങ്ങി. 2 പേരും ഭയങ്കര ഹാപ്പി. ഇത് കണ്ടു നിന്ന് ഞങ്ങളും ഡബിൾ ഹാപ്പി. സാധാരണ ഈ ഫെസ്റ്റിനൊക്കെ വരുമ്പം ഈ 2 പേര് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ മാത്രമായിട്ട് കയറുന്ന കളിക്കാൻ പറ്റത്തില്ലല്ലോ, മറ്റു കുട്ടികളും കാണും. തിരക്കുള്ള സമയമല്ലേ, അന്നേരം എല്ലാ കുട്ടികളുടെ കൂട്ടത്തിൽ നമ്മുടെ കുട്ടികളും കയറും. ഇവിടെ ആ തിരക്കില്ലാത്തത് കൊണ്ട് ഈ പിള്ളേർ മാത്രം കളിക്കാൻ പറ്റി. 2 പേരും കളിച്ച് ക്ഷീണിച്ച് ഒരാൾ ഉറക്കമായി. ദാണ്ട് ഒരാൾ നിന്ന് കാഴ്ചകൾ കാണുന്നു. എല്ലാം കണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കിന് സന്ധ്യയായി, 6:30 കഴിഞ്ഞു. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ. പരിപാടി നടക്കുകയാണ്. ആ നോട്ടം കണ്ടോ?